പശ്ചിമേഷ്യ തായ്വാൻ വിഷയങ്ങളിൽ കാര്യമായ തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2 ദിവസത്തെ ചൈന സന്ദർശനം അവസാനിച്ചു. അതേസമയം ഇരു രാജ്യങ്ങളും നിർണായകമായ ചില വ്യാപാര കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. 2 തവണ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. വ്യാഴാഴ്ച നടന്ന ചർച്ചയിൽ ഹോർമൂസ് തുറക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന യു.എസ്. ആവശ്യം ചൈന അംഗീകരിച്ചത് ഒഴിച്ചാൽ ഇറാൻ വിഷയത്തിൽ കാര്യമായ തീരുമാനങ്ങളില്ല. തായ്വാന് യു.എസ്. ആയുധങ്ങൾ നൽകുന്നത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഷീ ജിൻപിങ്ങിന്റെ മുന്നറിയിപ്പുണ്ടായെങ്കിലും ട്രംപ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതുമില്ല. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് 200 വാണിജ്യ വിമാനങ്ങൾ വാങ്ങാൻ ചൈന സമ്മതിച്ചതായി ട്രംപ് ഔദ്യോഗികമായി അറിയിച്ചു. ഫോക്കസ് ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ കരാർ വിവരം പുറത്തുവിട്ടത്. 150 ബോയിങ് വിമാനങ്ങളാണ് വേണ്ടിയിരുന്നത്, എന്നാൽ അവർക്ക് 200 എണ്ണം ലഭിച്ചു എന്ന് ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ യു.എസ്. നിർമ്മിത വാണിജ്യ വിമാനങ്ങൾക്കായി ചൈന നൽകുന്ന ഏറ്റവും വലിയ ഓർഡറുകളിൽ ഒന്നാണിത്. ട്രംപിന്റെ ചൈനീസ് സന്ദർശന വേളയിൽ ചർച്ചകൾക്ക് പിന്തുണയുമായി ബോയിങ് സിഇഒ കെല്ലി ഓത്ബർഗും യു.എസ്. പ്രതിനിധി സംഘത്തോടൊപ്പം ബെയ്ജിംഗിൽ എത്തിയിരുന്നു. വലിയൊരു നേട്ടമായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും വാർത്തയ്ക്ക് പിന്നാലെ ബോയിങ്ങിന്റെ ഓഹരി വില 4 മുതൽ 5 വരെ ശതമാനം ഇടിഞ്ഞു. 500 ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ വരെ വാങ്ങാൻ ചൈന ആലോചിക്കുന്നതായി ചർച്ചയ്ക്ക് മുൻപ് ബ്ലൂംബെർഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 200 വിമാനങ്ങൾ എന്ന പ്രഖ്യാപനം വിപണി പ്രതീക്ഷിച്ചതിലും കുറവാണ്. എന്നാൽ ബോയിങ്ങോ ചൈനീസ് എയർലൈനുകളോ ഔദ്യോഗികമായി ഈ കരാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വിമാനങ്ങൾക്ക് പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനായി യു.എസിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഊർജ്ജ സംഭരണികളും വൻതോതിൽ വാങ്ങാമെന്നും ചൈന സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം ട്രംപിനൊപ്പം യാത്ര ചെയ്തവരിൽ എൻവിഡിയയുടെയും ആപ്പിളിന്റെയും തലവന്മാർ, ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ഉടമ എലോൺ മസ്ക്, ബ്ലാക്ക് റോക്ക്, മെറ്റ, വിസ, ജെ.പി. മോർഗൻ, ബോയിങ് തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുണ്ട്. വ്യാപാരം, സാങ്കേതികവിദ്യ, നിക്ഷേപം എന്നിവ സംബന്ധിച്ച് നിലവിലുള്ള അമേരിക്കൻ ചൈന ചർച്ചകൾക്കിടയിൽ 1 ഡസനിലധികം കോർപ്പറേറ്റ് നേതാക്കൾ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണമേറ്റെടുത്ത് യു.എസ്. സന്ദർശിക്കാൻ ഷി ജിൻപിങ് ഒരുങ്ങുന്നു. സെപ്റ്റംബർ 24-ന് ഷി ജിൻപിങ് വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അറിയിച്ചു. ട്രംപിന്റെ ചൈനീസ് സന്ദർശനം പൂർത്തിയായതിനെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് വാങ് യി ഇക്കാര്യം അറിയിച്ചത്. ഇറാനുമായുള്ള യുദ്ധം പ്രധാന വിഷയമായിരുന്നുവെങ്കിലും ഇരു രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ട വ്യാപാരവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ ചൈന സഹായിക്കുമെന്ന് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ചർച്ചകൾ വളരെ വിജയകരമായിരുന്നുവെന്ന് ട്രംപ് പ്രതികരിച്ചപ്പോൾ യു.എസ്. പ്രസിഡന്റിന്റെ സന്ദർശനത്തെ ചരിത്രപരവും നാഴികക്കല്ലുമെന്ന് ഷി ജിൻപിങ് വിശേഷിപ്പിച്ചു. അതേസമയം തീരുവ സംബന്ധിച്ച് തർക്കങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടില്ലെന്നും ട്രംപ് അറിയിച്ചു. വൈറ്റ് ഹൌസ് അറിയിച്ചതിനനുസരിച്ച് ഇറക്കുമതി നികുതി സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ആരംഭിക്കാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ബോർഡ് ഓഫ് ട്രേഡ് രൂപീകരിക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചു. അതിനിടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തായ്വാനാണെന്ന് ഷി ജിൻപിങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.